മനുഷ്യ മനസ്സിന് അപാരമായ ശക്തിയുണ്ട്. ഒരേ മനസ്സ് തന്നെയാണ് ഒരാൾക്ക് നന്മയും തിന്മയുമാകാൻ ഇടയാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നാം അഫർമേഷൻ മെഡിറ്റേഷൻ ചെറുതായി പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമ്മിൽ സംഭവിക്കുന്നത്? സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിനെ നമ്മൾ നന്മ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുകയാണ്. നാം ഉറങ്ങുമ്പോൾ പോലും ഉണർന്നിരിക്കുന്ന, നാം ശൈശവത്തിൽ ബോധമനസ്സിലേക്ക് വളരുന്നതിന് മുമ്പേ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ ആക്റ്റീവായ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ പ്രവൃത്തികളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. നാം അറിയാതെ നമ്മിലേക്ക് കടന്നു വരുന്ന പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം സൂക്ഷിക്കപ്പെടുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. ചിന്ത നന്നായാൽ വികാരങ്ങൾ നന്നായി, വികാരങ്ങൾ നന്നായാൽ പ്രവൃത്തികൾ നന്നായി. ആഗ്രഹിക്കുന്നത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പരാതിപ്പെടാറില്ലേ? അതിന് റൂട്ട് നന്നാകണം. വേര് ദുർബലമെങ്കിൽ ഫലം നശിക്കും. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിവാകുന്നതിന് മുമ്പേ നമ്മുടെ ബ്രെയിൻ സ്വീകരിച്ചതും പിന്നീട് സ്വീകരിച്ചതും എല്ലാം പോസിറ്റീവാക്കിയെടുക്കണം. ദൈവകൃപ നമ്മിൽ പ്രവർത്തിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കുന്ന ഒരു ചെറിയ എഫേർട്ട് മാത്രമാണിത്. ഇന്നു മുതൽ ഈ അഫർമേഷൻ മെഡിറ്റേഷൻ സീരിയസ് ആയി എടുത്ത് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. അതിന് റെഡിയാണെന്ന് തോന്നുന്നവർ ഉരുവിടുക. I am in a process of change. My life is in a process of change. ഞാൻ പുതിയൊരു ജീവിത മാറ്റത്തിലേക്ക് പ്രവേശിക്കുകയാണ്. I am in a process of change. I am ready. I am ready. I am ready for a change.